പ്രധാനപ്പെട്ട വിചാരിച്ച പ്രത്യക്ഷ വചന പ്രഘോഷണ ടീമിലെ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിനും ആ വചനത്തോടുള്ള നമ്മുടെ വിശ്വാസവും വിശ്വസ്തതയും എല്ലാം ഒന്നുകൂടെ പരിശോധിക്കുന്നതിനുമുള്ള അവസരമായിട്ടാണല്ലോ ഈ മണിക്കൂറിൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവ വചനത്തോട് കൂടുതൽ പരിചയവും അടുപ്പവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് ഈ വിശ്വാസ വർഷം നമുക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ വേദപുസ്തകം വായിക്കാറുണ്ട്, വചനം കേൾക്കാറുണ്ട്, വചന വ്യാഖ്യാനം നമ്മൾ ശ്രവിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ ജീവിതം നല്ലതുപോലെ പരിശോധിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഒരവസരമാണ് സാർവത്രിക സഭ ഈ വിശ്വാസ വർഷത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വേദപുസ്തകം നമ്മളുടെ കയ്യിൽ നിന്ന് താഴെ വയ്ക്കരുത്. അതാണ് എല്ലാ അവസരങ്ങളിലും ഏത് പ്രവൃത്തികളുടെ ആരംഭത്തിലും ദൈവവചനം നമ്മൾ നോക്കി വായിച്ച് ഒരുങ്ങിയിട്ട് വേണം അതിനുവേണ്ടി തയ്യാറെടുക്കാൻ. അതാണല്ലോ വേദപുസ്തകം, ബൈബിള് കയ്യിൽ നിന്ന് താഴെ വയ്ക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇന്ന് നിങ്ങളുമായിട്ട് ഒരു തിരുവചനം മാത്രം ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ഒരു തിരുവചനം. ഗോപുരം പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിന് ഉള്ള വക കയ്യിൽ ഉണ്ടോ എന്ന് ഇരുന്ന് അതിന്റെ ചെലവുകൾ ആദ്യമേ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? നമുക്ക് വളരെ പരിചയമുള്ള തിരുവചനമാണ്. ക്രൈസ്തവ ജീവിതമാകുന്ന, കത്തോലിക്ക ജീവിതമാകുന്ന ആ വീട് പണിയുന്നതിന് ആവശ്യമായ കരുതലുകള്, ആവശ്യമായ യോഗ്യതകള് ഞാൻ ഓരോ ദിവസവും നേടുന്നുണ്ടോ? ഞാനൊരു വീട് പണിയുകയാണ്. വലിയ ഒരു സമൂഹത്തില് ഒരു കത്തോലിക്കനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ആവശ്യമായ മൂലധനം, നമ്മൾ സാധാരണ കെട്ടിടം പണിയുമ്പോഴും അതാണല്ലോ, വീട് പണിയുമ്പോൾ, പള്ളി പണിയുമ്പോൾ എത്ര ലക്ഷം രൂപ വേണം, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആലോചിച്ച് കണക്ക് കൂട്ടി ഉറപ്പിച്ചാണ് അതിലേക്ക് നമ്മൾ ചുവടുകൾ വയ്ക്കുന്നത്. നമ്മളുടെ ജീവിതം, കുടുംബജീവിതമാണെങ്കിലും സമർപ്പിത ജീവിതമാണെങ്കിലും ഞങ്ങളുടെ വൈദിക ജീവിതമാണെങ്കിലും അതിന് ഉള്ള തയ്യാറെടുപ്പ് ഞാൻ നടത്തിയിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ആ തയ്യാറെടുപ്പാണ് ഇവിടെ മൂലധനമായിട്ട് നമുക്ക് സുവിശേഷകൻ തരുന്നത്. ഇവിടെ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇരുന്ന് കണക്ക് കൂട്ടണം. സിറ്റിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ്. അത് ഏത് ജീവിതാവസ്ഥയിലും ഉള്ളവർക്ക് ആവശ്യമാണ്. അതൊരു എക്സർസൈസാണ്, ആധ്യാത്മികമായിട്ടുള്ള ഒരു പരിചരണവും കൂടിയാണ്, ഒരു ശുശ്രൂഷയും കൂടി ആണല്ലോ. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മളുടെ വീടുകളിൽ സിറ്റിംഗ് ഡൗൺ ആൻഡ് ടോക്കിംഗ്, കാൽക്കുലേറ്റിംഗ് അത് കുറവാണ്. നമ്മൾ ഒന്നിച്ച് വീട്ടിലെ ആളുകളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ആ വീട്ടിന്റെ വളർച്ച, അതിന്റെ പോരായ്മകള്, മക്കളുടെ സ്വഭാവം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, കുഞ്ഞുമക്കളെ പരിചരിക്കുന്ന രീതി, വലിയ മാതാപിതാക്കളോടുള്ള നമ്മളുടെ അടുപ്പവും ഇഷ്ടവും. നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ സിറ്റിംഗ് ഡൗൺ ആൻഡ് ടോക്കിംഗ്
നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് വീട്ടിലെ കാര്യമൊക്കെ പറയും. എല്ലാവർക്കും അറിയാം വീട്ടിലെന്താണ് സംഭവിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വല്യപ്പന് വീട്ടിൽ സന്ധ്യയ്ക്കിരുന്ന് എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ വീട്ടിന്റെ പ്രത്യേകത, വീട്ടിലെ വിഷമങ്ങള്, വീടിന്റെ സാമ്പത്തിക ഭദ്രത, വീട്ടിലുള്ളവർ തമ്മിലുള്ള സ്നേഹക്കുറവുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കാര്യം, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഒന്നിച്ചിരുന്ന് കുട്ടിക്കാലം മുതൽ കേൾക്കുമ്പോൾ അത് വലിയൊരു പരിശീലനമാണ്. ഇന്ന് വാസ്തവത്തില് അങ്ങനെയുള്ള ഇരിക്കാൻ നമുക്ക് സമയമില്ല, കേൾക്കാൻ നമുക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും ഏത് തരത്തിലാണെങ്കിലും, നമ്മളത് സമർപ്പിതരുടെ കാര്യമാണെങ്കിലും വൈദികരുടെ കാര്യമാണെങ്കിലും നമ്മൾ ഇരുന്ന് കേട്ട് ചിന്തിച്ച് കണക്കുകൾ കൂട്ടി നമ്മുടെ ജീവിതം നല്ലതുപോലെ ആക്കിയെടുക്കുന്ന ആ ഒരു വീക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെയാണ് കുടുംബജീവിതത്തിന്റെയും വൈദിക ജീവിതത്തിന്റെയും ഒക്കെ ധാരാളമായ പോരായ്മകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സുവിശേഷത്തിന്റെ തുടർച്ചയായിട്ട് പറയുന്ന വചനം, ഈ മനുഷ്യൻ പണി തുടങ്ങി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ആരെക്കുറിച്ചും അത് പറയും. മോശമായിട്ട് ജീവിക്കുന്ന മാതാപിതാക്കള്, അല്ലെങ്കിൽ വൈദികര്, അല്ലെങ്കിൽ കുട്ടികള്, സമർപ്പിതർ, ആരെക്കുറിച്ചും ഇതെന്തറിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്ന് ആരെക്കുറിച്ചും ചോദിക്കും. നമ്മൾ കണക്കുകൾ കൂട്ടുന്നില്ല, നമ്മളെ തന്നെ പരിശോധിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ജനസ്വരമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. മറ്റുള്ളവർ പറയും, എന്താണ് ഈ കാണിക്കുന്നത്, ഇവർക്കത് പൂർത്തിയാക്കാൻ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലുള്ള അവസരത്തില് നമ്മളൊരു വീടായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ തിരുവചനം കേട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 2:1 പറയുന്നു, നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിനു വേണ്ട മൂലധനം കരുതണം. നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യണം. ആ സുവിശേഷ തിരുവചനങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന രണ്ടു കൂട്ടര്, ആയിരക്കണക്കിന് ആളുകൾ, ശത്രുക്കൾ വരുമ്പോൾ എന്റെ പരിമിതമായ ആ ശക്തി ഉപയോഗിച്ച് എനിക്ക് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റുമോ? സഭയുടെ പിതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന ശത്രുക്കള് എന്റെ ബലഹീനതകൾ തന്നെയാണ്. ഞാനൊരു നല്ല അമ്മയായിട്ട്, നല്ലൊരു അപ്പനായിട്ട്, നല്ല വൈദികനായിട്ട് ജീവിക്കുന്നതിൽ ഞാൻ കണ്ടെത്തുന്ന ബലഹീനതകളാണ് എന്റെ ശത്രുക്കള്. എനിക്ക് ഉള്ള പ്രാർത്ഥന, ചെറിയ വചന പരിചയം, അത് വെച്ച് എനിക്ക് എന്റെ തന്നെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ആ വൈധവ്യം പ്രാപിച്ച വിധവ പറഞ്ഞതുള്ളതാണല്ലോ, എന്റെ ശത്രുക്കളുടെ നേർക്ക് നീ എനിക്ക് നീതി നടത്തി തരണം. അതിനെക്കുറിച്ചും തിരുവചന പണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ തന്നെ ശത്രുക്കളെ, അവരുടെ ശാരീരിക ബലഹീനതകളെ നേരിടാനുള്ള കഴിവ് നീ എനിക്ക് തരണം എന്നാണ്. അതുകൊണ്ട് നമുക്കെതിരെ യുദ്ധത്തിന് വരുന്നത് നമുക്ക് പുറത്തുള്ള ആരുമല്ല, നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ശരീരത്തിലുള്ള ബലഹീനതകളാണ്. ആ ഒരു ആധ്യാത്മികമായ വീക്ഷണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമേ നമ്മൾ പണിയുന്ന ഭവനം, ക്രൈസ്തവ ജീവിതമാകുന്ന, കത്തോലിക്ക ജീവിതമാകുന്ന ഈ ഭവനം ഞാൻ നല്ലതുപോലെയാണോ പണിയുന്നത് എന്ന് പരിശോധിക്കണം. സങ്കീർത്തകൻ 60:12 പറയുന്നു, ദൈവത്തോടൊത്ത് ഞങ്ങൾ പടപൊരുതുന്നു, അവൻ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കും. എപ്പോഴാണ് ദൈവത്തോടൊത്ത് ഞാൻ പടപൊരുതുമ്പോഴാണ് ദൈവം നമ്മുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. ഇല്ലെങ്കിൽ ശത്രുക്കള് നമ്മളെ ചവിട്ടി മെതിക്കുകയാണ്. നമ്മളുടെ വളരെ തുച്ഛമായ ആ വിശ്വാസത്തിന്റെ മേഖല കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. പൗലോസ് എഫേസൂസുകാരോട് പറഞ്ഞതും അതാണല്ലോ, പിശാചിന്റെ കുതന്ത്രങ്ങൾ ചെറുക്കുവാൻ ദൈവത്തിന്റെ സകല ആയുധവും നമുക്ക് വേണം. ആധ്യാത്മിക പിതാക്കന്മാര്, പള്ളിയിലെ വികാരിയച്ഛന്, അസേന്ത്യച്ഛന്, സമർപ്പിതരൊക്കെ പറഞ്ഞു തരുന്ന എല്ലാ ആയുധവും നമുക്ക് വേണം. എങ്കിലേ നമുക്ക് നല്ലതുപോലെ ജീവിക്കാനൊക്കെയുള്ളൂ. ദൈവത്തിന്റെ സകല ആയുധവും നമ്മൾ പടച്ചട്ട പോലെ ധരിക്കണം.
എങ്കിലേ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ. എങ്കിലേ നാം ഓരോരുത്തരുമാകുന്ന ആ വീട് നമുക്ക് നല്ലതുപോലെ പണിയാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഈ സന്ധിയിൽ വിവിധങ്ങളായ വചന ചിന്തകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും നവസുവിശേഷവൽക്കരണം ആവശ്യമാണ്. ഒരു ഉണർവ് ആവശ്യമാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. അതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നത്. നിങ്ങളുടെ ഈ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് ഇടവകക്കാര് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ ഇതുപോലെ കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വികാരിസിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യവും ഈ അജപാലന ശുശ്രൂഷയിലുള്ള അദ്ദേഹത്തിന്റെ കരുതലുമാണ് ഈ സന്ധിയിൽ നിങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചതെന്ന് എനിക്കറിയാം. വിശുദ്ധ അൽഫോൻസാമയോടും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.